ഹായ് ഹലോ മക്കളെ. അടുത്തത് ഇത് തെർമോഡൈനാമിക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഇത്തിരി കാൽക്കുലേഷൻ അറിയാവല്ലോ, തെർമോഡൈനാമിക്സ് അല്ലേ, അത്ര എളുപ്പത്തിലൊന്നും കിട്ടില്ല. There are 10 moles of an ideal monatomic gas. Initially in state A. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത കണ്ടില്ലേ, അതിൽ ആ ഡയഗ്രം തന്നിട്ടുണ്ട്. അത് ക്വസ്റ്റ്യന്റെ പാർട്ടല്ല, അത് ആൻസറിന്റെ പാർട്ടാണ്. അപ്പോൾ ഡയഗ്രത്തിലേക്ക് ആദ്യം നോക്കണ്ട, വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കുക. It is initially in a state A at atmospheric pressure and temperature 27 degrees Celsius. Is enclosed in a metal cylinder of volume V0 fitted with a frictionless piston. അപ്പോൾ ഒരു piston ഉണ്ട് അവിടെ. There is a piston. Okay. There is a piston in a cylinder. Gas is suddenly compressed to B. Suddenly അങ്ങ് compress ചെയ്തു. Suddenly compress ചെയ്തു ടു ദ സ്റ്റേറ്റ് ബി. ഈ സഡൻ കംപ്രഷൻ എപ്പോഴും നമ്മൾ അഡിയബാറ്റിക് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആ പ്രോസസ്സ് അഡിയബാറ്റിക് ആണ് വിത്ത് വോള്യൂം V0/3. അപ്പോൾ ആദ്യത്തെ വോള്യൂം V0 എന്ന് V0/3യിലേക്ക് അതിൻ്റെ വോള്യൂം കുറച്ചു, സഡൻലി കുറച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ടെമ്പറേച്ചർ കൂടും. കീപ്പിംഗ് ദ പിസ്റ്റൺ സ്റ്റേഷനറി, ദ സിലിണ്ടർ ഈസ് സബ്മർജ്ഡ് ഇൻ വാട്ടർ ബാത്ത്. ഇതിനെ എടുത്തിട്ട് ഒരു വെള്ളത്തിൽ വെച്ചു. ഇത് മെറ്റൽ സിലിണ്ടർ ആണല്ലോ, ഹീറ്റ് കണ്ടക്ട് ചെയ്യും. ആ ടെമ്പറേച്ചർ എത്ര? 11 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതെന്ത് 27 ആയിരുന്നു, കംപ്രസ് ചെയ്തപ്പോൾ അത് അതിനേക്കാൾ കൂടിയിട്ടുണ്ട്. എന്നിട്ട് ആ ഹൈ ടെമ്പറേച്ചറുള്ള സാധനം വെള്ളത്തിൽ കൊണ്ടുവയ്ക്കുന്നു. വെള്ളത്തിൻ്റെത് 11. അൺടിൽ ദ ഗ്യാസ് റീച്ചസ് ടെമ്പറേച്ചർ ഓഫ് ദ വാട്ടർ. അപ്പോൾ അതങ്ങനെ ഇരുന്നിട്ട് ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിലേക്ക് വരും. അപ്പോൾ ആ പ്രോസസ്സിൽ ഇതിൻ്റെ വോള്യം, ഈ പിന്നെ പിസ്റ്റൺ നമ്മൾ അനക്കുന്നില്ലല്ലോ, അപ്പോൾ ആ വോള്യം V0/3 ഫിക്സഡ് ആണ്. അപ്പോൾ അതൊരു ഐസോകോറിക്കായ പ്രോസസ്സാണ്. ഐസോകോറിക് പ്രോസസ്സിൽ ടെമ്പറേച്ചർ കുറയുന്നു, അപ്പോൾ പ്രഷറും ഡ്രോപ്പ് ചെയ്യും, പ്രഷർ കുറഞ്ഞു. ഫൈനലി വൈൽ സ്റ്റിൽ ഇൻ ദ വാട്ടർ ബാത്ത്, ഇത് സ്റ്റിൽ വാട്ടർ ബാത്തിൽ വെക്കുന്നു. വാട്ടർ ബാത്തിൻ്റെ ടെമ്പറേച്ചർ 11 ആണ്, ഇത് കണ്ടക്റ്റിംഗ് ആണ്. ദ പിസ്റ്റൺ ഈസ് ബ്രോട്ട് സ്ലോലി ടു ദ ഇനീഷ്യൽ പൊസിഷൻ. ഈ പിസ്റ്റൺ മെല്ലെ മെല്ലെ, അത് നമ്മുടെ സ്ലോ ഒന്നും അല്ല കേട്ടോ. നിങ്ങളോട് ഇപ്പോൾ സ്ലോ ആയിട്ട് എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ അങ്ങനെയൊന്നുമല്ല, ഇത് ഇൻഫിനിറ്റിസിമലി സ്ലോ ആണ്, അങ്ങനെ സ്ലോ ആണ്. ഇതിലേക്ക് സെഞ്ചുറീസ്, മില്യൺസ് ഓഫ് ഇയേഴ്സ്, അങ്ങനെ അതിനെ നമ്മൾ ഇനീഷ്യൽ വോള്യത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? നമ്മളതിനെ പുള്ളി ചെയ്യുമ്പോഴേ അതിലെ ടെമ്പറേച്ചർ മാറാതെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് മെല്ലെ പുള്ളി ചെയ്യുന്നത്. അപ്പോൾ അത് ഐസോ തെർമൽ പ്രോസസ് ആയിരിക്കും. എന്നിട്ട് ഇനീഷ്യൽ വോള്യത്തിലേക്ക് വരുന്നു. പക്ഷെ അപ്പോൾ ഇനീഷ്യൽ പ്രഷറിലേക്ക് വരുന്നില്ല കേട്ടോ, ഇനീഷ്യൽ വോള്യത്തിലേക്ക് വരുന്നു. പക്ഷെ പ്രഷർ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരു ക്ലോസ്ഡ് സൈക്കിൾ ആയില്ല. അത് ക്ലോസ്ഡ് സൈക്കിൾ ആവണമെങ്കിൽ അത് ഇനീഷ്യൽ പ്രഷറിലേക്ക് കൂടെ വരണം. അതുകൊണ്ട് ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ PV ഡയഗ്രത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ കംപ്രഷൻ ആണല്ലോ, ഒരു V0 വോള്യത്തിൽ നിന്ന് V0/3യിലേക്ക് കംപ്രസ്ഡ് ആവണം. എങ്ങനെ? അഡിയബാറ്റിക് ആയിട്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റീപ്പായ കർവിലാണ്. എന്നിട്ട് V0/3 കോൺസ്റ്റന്റ് വോള്യത്തിൽ പ്രഷർ കുറയ്ക്കണം. എന്നിട്ട് അവിടുന്ന് ഒരേ ടെമ്പറേച്ചറിൽ ഇതിൻ്റെ വോള്യം പഴയതിലേക്ക് വരണം. പക്ഷെ അപ്പോഴും പ്രഷർ ആവുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടേണ്ടത്. ദിസ് ഇസ് ദ ഗ്രാഫ് ദാറ്റ് വി ഹാവ് ടു ഗെറ്റ് ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ ഹിയർ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. ആകെ ചെയ്യേണ്ടത് ഇതിൽ മാർക്ക് ചെയ്യാം. ഇനീഷ്യൽ വോള്യം എവിടെ മാർക്ക് ചെയ്യുന്നത്? ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് V0 ആണ്. ഈ ഫൈനൽ വോള്യം ഇവിടെ വരുമ്പോൾ എത്രയാണ് വരുന്നത്? V0/3 ആണ്. ഇത് ഈ CF ഐസോതെർമൽ ആണ്, AB അഡിയബാറ്റിക് ആണ്. എയുടെ ടെമ്പറേച്ചർ ഇവിടെ മാർക്ക് ചെയ്യാം. ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്രയായിരുന്നു എന്നറിയാമോ? ആ ഇനീഷ്യൽ ടെമ്പറേച്ചർ 27 + 273 ആണ്. അപ്പോൾ ഇനീഷ്യൽ ടെമ്പറേച്ചർ 300 കെൽവിൻ ആണ്. ഇറ്റ് ഈസ് 300 കെൽവിൻ. ഇനി അതിനെ കംപ്രസ് ചെയ്യുമ്പോഴേ എത്ര ടെമ്പറേച്ചറിലേക്ക് വരുന്നു എന്നറിയണം. അതായത് B എന്നുള്ള പോയിന്റിൻ്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. അതിവിടെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് സ്റ്റേറ്റ് B. അപ്പോൾ ബിയിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ നമ്മൾ ഐസോതെർമൽ പ്രോസസ് എടുക്കണം. ഐസോതെർമൽ പ്രോസസ് എടുക്കുമ്പോൾ ആദ്യം വേണ്ടത് ഗാമയാണ്. ഗാമയുടെ വാല്യൂ എന്താണെന്ന് പറയാം. വാട്ട് ഈസ് ഗാമ ഈക്വൽ ടു? ഗാമ ഈസ് ഈക്വൽ ടു, ഇതൊരു മോണോആറ്റമിക് ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാമയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 1 + 2/3 ആണ്, 5/3 ആണ്. 1 + 2/3 ആണ് ഗാമ. നമുക്ക് ഗാമ -1 വേണ്ടി വരും. അത് എത്രയായിരിക്കും? അത് 2/3 ആയിരിക്കും. ഗാമ 1 + 2/3 which is 5/3.
ആൻഡ് ഗാമ -1 വേണം, അത് 2/3 ആയിരിക്കും. അഡിയബാറ്റിക് പ്രോസസ്സിൽ രണ്ടും വേണമല്ലോ. ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ 9 പവർ 1/3 2.08 തന്നിട്ടുണ്ട്. വെരി ഗുഡ്. ഇതിൽ പെട്ടേനെ. ആദ്യം നമുക്കൊരു പണി ചെയ്യാം. പ്രോസസ്സിൻ്റെ പേര് എ ബി അഡിയബാറ്റിക് ആണ്. രണ്ട് ഇക്വേഷൻ ഉപയോഗിക്കാം. നമുക്ക് ആദ്യം അതിൻ്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത്, നോക്കൂ, ഇതിൻ്റെ ടെമ്പറേച്ചർ 300 ആയിരുന്നില്ലേ? അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് Tb⁻Γ-1 ആണ്. ഐ റൈറ്റ് ഹിയർ Tb⁻Γ-1 കോൺസ്റ്റൻ്റ് ആണ്. ഈ ഫസ്റ്റ് സ്റ്റേറ്റിന് ടെമ്പറേച്ചർ അറിയാം 300, അതിൻ്റെ വോള്യൂം അറിയാം. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം 300 × V0⁻Γ-1 which is 2/3 ഈക്വൽ ടു, ഇതാ ഈ പോയിന്റിലെ ടെമ്പറേച്ചറിലെ എ ബിയുടെ ടെമ്പറേച്ചർ, അത് ഞാൻ അങ്ങനെ തന്നെ എഴുതാം, Tb × V0/3 raised to 2/3 ആണ്. സോ വാട്ട് ഈസ് Tb ഈക്വൽ ടു? Tb ഈക്വൽ ടു 300 × V0/3 power 2/3. So Tb ഈക്വൽ ടു 300 ടൈംസ് V0 ക്യാൻസൽ ആയ 1/3, 3 കിട്ടും. 3 raised to 2/3 ആണ്. 3 raised to 2/3 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്രയാണ്? 9 raised to 1/3 ആണ്, which is given as 2.08. So this is 300 × 2.08 ആണ്. So Tb ഈക്വൽ ടു 624 ആണ്. 624 Kelvin ആണ്. So that I can mark here 624 Kelvin. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണല്ലേ? അത് 2.08 ടൈംസ് ആണ്. ടെമ്പറേച്ചർ 2.08 ടൈംസ് ആണ്. നൗ ഹൗ ഡു വി സീ പ്രഷർ? പ്രഷർ കണ്ടുപിടിക്കാൻ നമുക്ക് Pv⁻Γ ഉപയോഗിക്കാം. Pv⁻Γ കോൺസ്റ്റന്റ് ആണ്. സോ ഐ എം ടേക്കിംഗ് പ്രഷർ അറ്റ് എ, പ്രഷർ അറ്റ് എ ആൻഡ് പ്രഷർ അറ്റ് ബി അല്ലേ പറയുന്നത്? പ്രഷർ അറ്റ് എ അറ്റ്മോസ്ഫിയറിക് ആണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ അറ്റ്മോസ്ഫിയറിക് ആണ്. അപ്പം ഞാൻ ഇവിടെ P അറ്റ്മോസ്ഫിയറിക് എന്ന് എഴുതാം. PA. PB V0/3 raised to Γ. ഞാനിതാ ഈ പോയിന്റിൽ എടുത്തു. ഇവിടുത്തെ പ്രഷറിനെ PB എന്നാണ് വിളിച്ചത്. അവിടുത്തെ വോള്യൂം V0/3. Pv⁻Γ is equal to PA into V0⁻Γ. So we want PB, which is PA into V0/3 raised to Γ. PB equal to PA into 3 raised to 5/3 ആണ്, which is actually 3 into 3 raised to 2/3, which is equal to PA into 3 into 3 raised to 2/3 ആണ്, 9 raised to 1/3, അത് 2.08 ആണ്. So this is 6.24 PA ആണ്. സോ നോക്കൂ, അവിടെ പ്രഷർ പിന്നെ നമ്മൾ വിചാരിച്ച പോലെയല്ല. പ്രഷറിൻ്റെ കേസിൽ അത് 2.08 ടൈംസ് അല്ല, അത് 6.24 ടൈംസ് ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ ഡി തെറ്റാന്ന് മനസ്സിലായി. അവിടെ ടെമ്പറേച്ചർ നമ്മൾ വിചാരിച്ച പോലെയാണ്, അവർ പറഞ്ഞതുപോലെയാണ്, പക്ഷേ പ്രഷർ അതിനേക്കാൾ കൂടുതൽ ചേഞ്ച് വന്നിട്ടുണ്ട്. പവർ ഗാമയും Γ-1 ഇതാണ് വ്യത്യാസം. അടുത്തത് എന്താണ് നോക്കൂ, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഓക്കെ, ഓക്കെ. നൗ നോക്കൂ, ഇനി വേണ്ടത് ഈ പ്രോസസ് നമുക്കറിയാം, അത് BC ആണ്. TC. പ്രഷർ അറ്റ് ബി അറിയാം, പ്രഷർ അറ്റ് സി അറിയാം. ഓക്കെ. നൗ സി വാട്ട് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഇൻ A to B. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഇൻ A to B. A to Bയിലെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഗിവൺ ബൈ NCV ΔT. N എത്രയാണ്? 10 ആണ്. N ഈസ് 10. CV മോണോറ്റമിക് അല്ലേ, 3/2 R. ΔT
ഡെൽറ്റ ടി നോക്കൂ, അതെത്രയാണ്? ഫൈനൽ ടെമ്പറേച്ചർ 624 ആണ്, ഇനീഷ്യൽ എത്രയാണ്? 300 ആണ്. സോ ഇഫ് യു മൾട്ടിപ്ലൈ 10 into 3/2 r into 624 minus this will give you 324. 324നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലേ നമുക്ക് എത്ര കിട്ടുന്നത്? കിട്ട് 312 കിട്ടും. സോറി, കിട്ട് 162 കിട്ടും. 162 കിട്ടും. 162 into 3. 162 into 3 എത്രയാ? 648 കിട്ടും. ഇൻറ്റു 480 കിട്ടും. ഇതാണ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. അത് ഓപ്ഷൻ ബി കറക്റ്റാണ്. 480 ആണ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഫ്രം എ ടു ബി. ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, നൗ യു ക്യാൻ ഫൈൻഡ് ദ ഫൈനൽ ടെമ്പറേച്ചർ. ഫൈനൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. ഫൈനൽ ടെമ്പറേച്ചർ കണ്ടുപിടിച്ചാൽ യു ക്യാൻ ഡു ദിസ് റെസ്റ്റ്. ഓക്കെ, നൗ രണ്ട് ഓപ്ഷനായി. ഇനി നെറ്റ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ്. നെറ്റ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിക്കണം. ഫോർ എ ഹോൾ സൈക്കിൾ ആണെങ്കിൽ അത് 0 ആയിരിക്കും, ബട്ട് അതർവൈസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഓക്കെ, now we need to find out the temperature of the point C. Temperature of point C should be calculated. Now see, the temperature of the point C is to be calculated and there is no data. But see, ആ പ്രോസസ്സിൽ ഒരു ബാത്തിൽ, വാട്ടർ ബാത്തിലല്ലേ ഇത് കൊണ്ടുവയ്ക്കുന്നത്. വാട്ടർ ബാത്തിൻ്റെ ടെമ്പറേച്ചർ 11 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് സി. ടെമ്പറേച്ചർ ഓഫ് സി എന്ന് പറയുന്നത്, റൈറ്റ്, ടെമ്പറേച്ചർ അറ്റ് ദ പോയിന്റ് സി ഈസ് നത്തിങ് ബട്ട് 11 + 273 വിച്ച് ഈസ് ഈക്വൽ ടു 284 Kelvin ആണ്. 284 Kelvin ആണ്. സോ സിയിലെ ടെമ്പറേച്ചർ 284 ആണെങ്കിൽ ഈ പ്രോസസ് ഐസോതെർമൽ അല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ ഫൈനൽ ടെമ്പറേച്ചർ എത്രയായിരിക്കും? അത് 284 Kelvin ആണ്. ഫൈനൽ ടെമ്പറേച്ചർ ഇസ് 284 Kelvin. സോ ഇനീഷ്യൽ ടെമ്പറേച്ചർ 300 Kelvin ആയിരുന്നു, ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണ്? 284 Kelvin ആണ്. ആൻഡ് ദേ ആർ ആസ്കിങ് ദ നെറ്റ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഇൻ ദ ഹോൾ പ്രോസസ്. ഇൻ എ സീരീസ് ഓഫ് പ്രോസസ്, the total change in the internal energy is always NCV into temperature final minus temperature initial, which is equal to 10 into CV യുടെ വാല്യൂ നമുക്കറിയാം. CV is 3/2R into what is the final temperature, which is 284 minus initial എത്രയാണ്? 300 ആണ്. ഓക്കെ, that means 10 into 3/2, 15, or 10 into 3/2 into 284 minus 300 will give you minus 16. Minus 16. So this will give you, 2 will give you minus 8 here. So this gives you minus 240 R as the total change in the internal energy. Minus 240. So option C is also correct. So നമുക്കിവിടെ ഓപ്ഷൻ എയും ബിയും സിയും കറക്റ്റ് ആണ്, ഓൺലി ഡി ഈസ് റോങ്. കഷ്ടപ്പാടാണല്ലേ, എളുപ്പമൊന്നുമല്ല. ഓക്കെ.